ओ ठीक है ना? अब कोई प्रॉब्लम नहीं है ना? नहीं ठीक है. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലെ ഗുൽമർഗിലാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് സ്ലെഡ്ജ് റൈഡ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റൈഡിലാണ്. സംഭവം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, കാരണം വയസ്സായ ഒരാൾ നമ്മളെ വലിച്ചിട്ട് മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആദ്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആൾ നമ്മളെ പിന്നാലെ നടന്ന് കുറേ ക്യാൻവാസ് ചെയ്തിട്ട് ആളുടെ വീട്ടിൽ പിള്ളേരൊക്കെ പട്ടിണിയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ റൈഡിൽ കയറിയത്. കാരണം ഇവരുടെ മെയിൻ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഇവരെ ക്യാൻവാസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യം കുറേ പറഞ്ഞിട്ട് നമ്മൾ സമ്മതിച്ചില്ല. ലാസ്റ്റ് നമ്മൾ കയറി. പക്ഷെ കയറിയപ്പോൾ അടിപൊളിയായിട്ട് തോന്നി, കാരണം രണ്ട് സൈഡ് ഫുള്ള് മഞ്ഞാണ്. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം അടിപൊളി റൈഡാണ്. നമ്മൾ ഗുൽമർഗിൽ വന്ന് കയറിയ ടൈമിൽ തന്നെ ഇവർ വന്നിട്ട് നമ്മൾ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു കയറാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോഴൊന്നും നമ്മൾ കയറിയില്ല. എന്നിട്ട് നമ്മൾ നേരെ ഗണ്ടോല റൈഡ്, ഇവിടെ കേബിൾ കാർ റൈഡ് ഉണ്ട്, അതിന് കയറി. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവർ പിന്നാലെ നടന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളിതിൽ കയറിയത്. അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർ ഹെഡ് 500 രൂപയൊക്കെയാണ്. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് 100 രൂപയാണ് പെർ ഹെഡ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 100 രൂപ കൊടുത്തതിന് ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ ഇവരിങ്ങനെ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. കയറി കഴിഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം രണ്ട് സൈഡ് ഫുള്ള് മഞ്ഞായതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് സ്ലിപ്പാവുകയൊക്കെ ചെയ്യും. സ്ലിപ്പായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീഴുന്നത് മഞ്ഞിലേക്ക് തന്നെ ആയിരിക്കും. കാണുന്ന പോലെ അത്ര ഈസി അല്ല ഇതങ്ങനെ വലിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അറക്കം വരുന്ന സമയത്ത് അവർ പിന്നിൽ നിന്നിട്ട് ബാക്കിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ഇനി കയറ്റാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ പോയിട്ട് അവർ മേലേക്ക് വലിക്കും. അറക്കത്തൊക്കെ നമുക്ക് ശരിക്കും പേടിയാവും, കാരണം അത്രയും ഇറക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോകും. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ രണ്ടാളുണ്ടായി. ഒരു കവറൊക്കെ കൂടെ കൊടുത്തിട്ടു. അതാ ഞങ്ങൾ പേടിക്കും. അല്ലേ, നമ്മൾ ടർബോ സ്പീഡാണ്. रिवर्स किया रे. ഓ എലിയെ തൂക്ക്, എലിയെ പിടിച്ചോ. അങ്ങനെ മേലെത്തി ഗൈസ്. കഴിച്ചില്ലേ. इधर तकिए. ठीक है. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ ഇതുപോലുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും.